നമസ്കാരം പ്രിയമുള്ളവരെ, ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൻ്റെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ മലയാളിയാകുന്ന വിശ്വപൗരനാകുന്ന ശ്രീമാൻ ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുവാനുള്ള സാധ്യതയുണ്ട്. ധൻഖർ സാഹിബ് ഉപരാഷ്ട്രപതിയിൽ നിന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നത്. മലയാളികൾ എന്ന നിലയിൽ നമുക്കൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ കേൾക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, അതായത് ശശി തരൂർ ഉപരാഷ്ട്രപതിയാകുന്നു. തരൂരിന് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. തരൂരിന് ഒരുപക്ഷെ കിട്ടുവാൻ സാധ്യതയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പോസ്റ്റാണ് ഈ പറയുന്ന ആളുകൾ തരൂരിന് നേരെ വെച്ച് നീട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഗവൺമെൻറ് തലത്തിലുള്ളവർ, അതായത് ഈ പോസ്റ്റൊക്കെ കൊടുക്കുവാൻ പ്രാപ്തരായവർ കൊടുത്തെന്നല്ല, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ പോസ്റ്റുകൾ വെച്ച് നീട്ടുന്നവർ തരൂരിന് വെച്ച് നീട്ടിയിട്ടുള്ളത്. അപ്പോൾ തരൂർ ശരിക്കും ഉപരാഷ്ട്രപതിയാകുമോ എന്ന ഒരു ചോദ്യത്തിന് കുറേ വർഷങ്ങൾ ഈ ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ കളിച്ച് പൊളിറ്റിക്കൽ പാർട്ടികളുടെ മൂവുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ അവബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡം പറയുന്ന ചില കാഴ്ചപ്പാടുകൾ, ചില പ്രവചനം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കോ, അതാണ് ഈ ഒരു ബുള്ളറ്റിനോട് പങ്കുവെക്കുന്നത്. തീർത്തും പറയുകയാണ്, തരൂർ ഉപരാഷ്ട്രപതിയാകാനുള്ള സാധ്യത 1% പോലുമില്ല. പിന്നെ എന്തിനാണ് ഈ തരൂർ ഉപരാഷ്ട്രപതിയാകുന്നു എന്ന ഒരു രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത്? ഇതാരാണ് പ്രചരിപ്പിക്കുന്നത്? തരൂരിൻ്റെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ? എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ, കാൽക്കുലേഷനാണ്. വരികൾക്കിടയിൽ കൂടെ വായിക്കുന്ന ഒരു രീതി ഉപയോഗിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, രാഷ്ട്രീയക്കാരുടെ സ്വഭാവം വെച്ച് അവർ കളിക്കാൻ സാധ്യതയുള്ള കളികൾ ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചിന്തയാണ്. തരൂരിനെ ഒരു കാരണവശാലും ഇപ്പോഴത്തെ BJP ഗവൺമെൻറ് പിടിച്ച് ഉപരാഷ്ട്രപതിയൊന്നും ആക്കത്തില്ല. കാരണം അതിൻ്റെ ആവശ്യം കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ഇപ്പോൾ ഇല്ല. ശശി തരൂരിനെ പിടിച്ച് വലിയൊരു പോസ്റ്റിലൊക്കെ ഇരുത്തി അതുകൊണ്ട് തരൂരിനെ വലിയ ആളാക്കിയിട്ടൊന്നും നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന് ഒന്നും നേടാനില്ല. മാത്രമല്ല, അതിലൊക്കെ ഒത്തിരി BJP പാർട്ടിക്ക് വേണ്ടി കാലാകാലങ്ങളിലായി പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ പാർട്ടിയോട് അടുത്ത് നിൽക്കുന്നവർ ഉപരാഷ്ട്രപതിയാകുവാൻ ഒത്തിരി ആളുകളുണ്ട്, നല്ലൊരു ലിസ്റ്റുണ്ട്. എന്നാൽ തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കും എന്നൊരു പ്രചരണം അതും ഈ പറയുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയൊക്കെയാണ് ഉണ്ടാകുന്നത്. അതെന്തുദ്ദേശത്തോടെയാണ്? തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇപ്പോൾ തരൂരും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് ഒട്ടുമുക്കാലും തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ ഒരു വാർത്തയും കൂടെ പ്രചരിച്ചു കഴിയുമ്പോൾ തരൂർ ഇതേ ഉപരാഷ്ട്രപതിയാകാൻ പോകുന്നു, അല്ലെങ്കിൽ BJP സർക്കാർ തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കാൻ പോകുന്നു എന്ന ഒരു വാർത്തയും കൂടെ പ്രചരിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ മനസ്സിൽ തരൂരിനൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനം കൂടി ഇല്ലാതായി പൂർണ്ണമായും തരൂരിനെ കോൺഗ്രസ്സുകാർ ചവിട്ടി പുറത്താക്കും. അതായത് ഇപ്പോൾ തന്നെ തരൂരിനെതിരെ പ്രസ്താവനകളാണ്, തരൂർ അകത്തല്ല, തരൂർ പുറത്താണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഇപ്പോൾ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അവസാന ആണി അടിക്കുന്ന ആ പ്രക്രിയയ്ക്ക് ഒരു പ്രചോദനം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു വാർത്ത പ്രചരിക്കുന്നത്. തരൂർ ഇതേ ഉപരാഷ്ട്രപതിയാകുവാൻ പോകുന്നു. അവസാനം ഇതെല്ലാം കൂടെ കേട്ട് കോൺഗ്രസ്സുകാർ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി ചവിട്ടി പുറത്താക്കുമ്പോൾ തരൂർ അവിടെയുമല്ല ഇവിടെയുമല്ല എന്ന് പറയുന്ന ഒരു നിലയിലൊരു നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ കേൾക്കും മറ്റൊരാൾ ഉപരാഷ്ട്രപതിയായിരിക്കുന്നു. ഇനിയും തരൂർ എന്ത് ചെയ്യും? അവിടെയാണ് ശരിക്കും BJP കളിക്കാൻ പോകുന്നത്. 2026 ഇലക്ഷനിൽ BJP ശരിക്കും കേരളത്തിൽ തരൂരിനെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് ഉപയോഗിക്കും. അത് തരൂർ BJPയിൽ ചേർന്നാലും ഇല്ലെങ്കിലും തരൂരും രാജീവ് ചന്ദ്രശേഖറും അങ്ങനെ കുറേ ആളുകൾ ഒന്നിച്ച് BJPക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ഒരു നല്ല ടീം ഉണ്ടാക്കുവാൻ BJPയുടെ അതിബുദ്ധി തന്നെയാണ് ഈ കളികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തരൂരിനതത്ര മനസ്സിലാകുമെന്നറിയില്ല. ഒരുപക്ഷെ തരൂരും അകത്ത് ചിന്തിച്ചിട്ടുണ്ടാവാം ഉപരാഷ്ട്രപതി പദമെങ്ങാനും കിട്ടുമെന്ന്. പക്ഷേ കിട്ടുകയില്ല. അവസാനം തരൂരിനോട് പറയും,
മുഖ്യമന്ത്രിയാക്കിയേക്കാം കേരളത്തിലെ. അതാകുമോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ തരൂർ അല്പം ക്രിക്കറ്റ് പ്രേമിയൊക്കെ ആയതുകൊണ്ട് പറയുക, തരൂരും ഈ പറഞ്ഞ ചന്ദ്രശേഖരും അങ്ങനെ എല്ലാവരും കൂടി ബി ജെ പിയുടേതല്ലാത്ത ഒരു മുഖ്യമന്ത്രി മുഖമാക്കി തരൂരിനെ നിർത്തി കേരളത്തിൽ പിന്നെ ചേരാൻ പറ്റുന്ന കുറേ ആളുകളെ കൂടെ കണ്ടുപിടിച്ച് രാഷ്ട്രീയ പുതിയ സമവാക്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു മുന്നണി കേരളത്തിൽ വരുവാനുള്ള സാധ്യതയാണ് എൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡം എൻ്റെ ഉള്ളിൽ തരുന്ന ചിന്ത. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, തരൂർ ഒരു കാരണവശാലും ഉപരാഷ്ട്രപതിയാകില്ല. അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും കിട്ടുകയില്ല. തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുകച്ച് പുറത്തുചാടിക്കുക, കേരളത്തിൽ അടുത്ത ഇലക്ഷനിൽ ഉപയോഗിക്കുക, ഇതാണ് ബി ജെ പിക്ക് എന്തെങ്കിലും പ്രയോജനമുള്ള ഒരു വഴി. കോൺഗ്രസ്സുകാർ അവർക്ക് ഇന്ന് ഇന്ത്യ മുഴുവനുള്ള ദേശീയ രാഷ്ട്രീയത്തെക്കാൾ അധികം താല്പര്യം കേരള രാഷ്ട്രീയമാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പലരുമാണല്ലോ ഇന്ന് ഈ ദേശീയ രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ശ്രദ്ധ ഇനി കേന്ദ്രത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, കേരളത്തിൽ തരൂർ ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു വലിയ നേതാവായി വളരല്. അതിനുള്ള ചരടുവലികൾ അങ്ങ് കേന്ദ്രത്തിലിരുന്നു കൊണ്ട് വലിച്ച് കേരളത്തിലെയും കേന്ദ്രത്തിലെയും കോൺഗ്രസിനൊക്കെ ഒരു അവസാന ആണി അവരും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഈ തരൂരിനെ പുകച്ചിയാടിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗമെന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ പറയണം. വി എസ് അച്യുതാനന്ദൻ്റെ നിര്യാണ ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയായിരുന്നു, വി എസ് അച്യുതാനന്ദൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ഏറ്റവും വലിയ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ സ്വാധീനം എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരള മുഖ്യമന്ത്രി എന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് എൻ്റെ ചിന്തയാണ് കേട്ടോ, കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് വി എസ് അച്യുതാനന്ദനാണ്. ബി ജെ പിയാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ആ ബി ജെ പിയുടെ ശ്രമം ഫലപ്രദമാക്കി തീർക്കുവാൻ ആയുധമായി തീർന്നത് അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയില്ലേ? കോൺഗ്രസിൻ്റെ യുവ നേതാവ്, യുവരാജാവ് രാഹുൽ ഗാന്ധിയെ നോക്കി അമൂൽ ബേബി എന്ന ഒരു വിളി വിളിച്ചപ്പോൾ, പപ്പുമോൻ എന്ന ഒരു വിളി വിളിച്ചപ്പോൾ അത് ഇന്ത്യ മുഴുവൻ ഏറ്റെടുത്തു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ അമൂൽ ബേബിയാക്കി, പപ്പുമോനാക്കി, ഇന്ത്യയിൽ ചെറുതാക്കി, അതിലൂടെ കോൺഗ്രസിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച, അതിൽ വിജയിച്ച ഒരു നേതാവായിട്ടാണ് എനിക്ക് അച്യുതാനന്ദൻ്റെ നിര്യാണ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ഇന്ത്യ എന്ന രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചില വീഡിയോകൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ആസാദിയുടെ ന്യൂസ് ചാനലിലൂടെ നമുക്ക് ചുറ്റും നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെ അവലോകനം ചെയ്യുവാൻ നമുക്ക് തന്ന ബുദ്ധി നമുക്ക് ഉപയോഗിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകയാണ് ചില കമൻറ്റുകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.